അവയവക്കടത്തിനിരയായ പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷമീറിന് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് കുടുംബം. കഴിഞ്ഞ ഒരു വർഷത്തിലധികമായി ഷമീറുമായി ബന്ധമില്ലെന്നും ഷമീറിന്റെ പിതാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. പാസ്പോർട്ട്, ആധാർ തുടങ്ങിയ രേഖകളും ഷമീർ കൊണ്ടുപോയിരുന്നു. അവയവദാനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും അറിയില്ലെന്നും പിതാവ് പറഞ്ഞു. അവയവക്കടത്ത് കേസിൽ ഇരയാക്കപ്പെട്ടുള്ള പാലക്കാട് തിരുനെല്ലായി സ്വദേശി ഷമീറിന്റെ പിതാവ് നമുക്കൊപ്പം ചേരുകയാണ്. എന്നാണ് അവസാനമായി മകനെ കണ്ടത്? മകൻ പോയതോ? പോയത് ഒരു കൊല്ലത്തിന് മേലായി. ഡേറ്റൊന്നും നമ്മൾ കുറിച്ച് വെച്ചിട്ടില്ല. ഒരു കൊല്ലത്തിന് മേലായി. വീട്ടിൽ നിന്നൊക്കെ വഴക്കിട്ടിട്ട് പോയതാണ് എൻ്റെ കയ്യിൽ. അതിനുശേഷം പിന്നെ വിളിച്ചിട്ടില്ല, ഒന്നുമില്ല. ആളെ കണ്ടില്ല. എവിടെയാണ് അഡ്രസ്സ് എല്ലാം എല്ലാ ആൾക്കാരും കൂട്ടുകാരത്തൊക്കെ ചോദിച്ചു, അവൻ നിങ്ങളെ വിളിക്കണ്ടോന്ന്. കൂട്ടുകാർ പറഞ്ഞ് ഞങ്ങൾക്ക് അവർ തന്നെ ഞങ്ങളെ കൊണ്ട് ചോദിക്കണം. കൂട്ടുകാർ അവരെ കൊണ്ട് ചോദിച്ചാൽ അവർ ഞങ്ങളോട് ചോദിക്കുകയാണ്. ഷമീർ ഈ ഇറാനിലേക്ക് പോകുന്നതിന് മുമ്പെല്ലാം പാലക്കാട് തന്നെ വെച്ച് ഈ കിഡ്നി ഡൊണേറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരുന്നു എന്നൊക്കെയാണ് വാർഡ് കൗൺസിലർ ഉൾപ്പെടെ പറയുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടോ? ഇല്ല, നമുക്കതല്ല. ഒരു 3 കൊല്ലം മുമ്പ് ഇങ്ങനെ പറയുന്നത് കേട്ട് ഞങ്ങളതിനെ ഒതുക്കി. എന്ത് പ്രാന്താ പറയണത്? നിനക്ക് കല്യാണം കഴിക്കണ്ടേ? നീ എന്ത് പ്രാന്ത്? എനിക്കിത്തിരി കടമുണ്ട്, അങ്ങനെ എന്ത് കടമാണ്? ഞങ്ങളുടെ പൈസ, നമ്മുടെ കുറച്ച് പൈസ ഉണ്ടാകും, അതും എന്ത് കടമെന്നൊക്കെ പറഞ്ഞാൽ അവൻ എനിക്ക് കടമുണ്ട്, അങ്ങനെയാണ്, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകുന്നത്. പിന്നെ അതോടെ വിട്ട് പിന്നെ ചെയ്തില്ല. പിന്നെ ഇപ്പോഴാണ് ഇതിൽപ്പെട്ടത്. ഈ ഇറാനിൽ പോയി ഇങ്ങനെ കിഡ്നി അല്ലെങ്കിൽ അവയവദാനം നടത്തി എന്നൊക്കെ അറിയുന്നത് എപ്പോഴാണ്? ഈ പോലീസ് വന്ന് ചോദിക്കും. പോലീസ് വന്ന് അപ്പോഴാണ് അറിഞ്ഞത്. പോലീസ് ഇപ്പോൾ ഇന്ന് വന്നിട്ടുണ്ട്, വിജിലൻസ് ഇവർ വന്നിട്ടുണ്ട്. അപ്പോഴാണ് അറിഞ്ഞത് അവൻ ഇറാനിൽ എത്തിയിട്ടുണ്ടായില്ല. നമുക്കറിയില്ല സാറേ അവിടെ നിന്നാണ്. പിന്നെ അവനെ എറണാകുളത്താണെന്നൊക്കെ എന്തൊക്കെ പറഞ്ഞ് പോലീസുമാർ അവർ ക്ലിയറായിട്ട് പറയുന്നില്ല. ഷമീറുമായിട്ട് ഈ കഴിഞ്ഞ 1.5 കൊല്ലം ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിന് ശേഷം പിന്നെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല? ഒരു ബന്ധമില്ല. ഉമ്മാനെ ആരെയും വിളിച്ചില്ല? ഒന്നും വിളിച്ചിട്ടില്ല. ഞാനിട്ട് ഇടക്കിടക്ക് ചെക്ക് ചെയ്യും ഭാര്യൻ്റെ ഫോണ് വിളിച്ചിട്ടുണ്ടോയെന്ന്. ഇനി അമ്മേൻ്റെ സ്നേഹമുള്ളതാണ്. നമ്മളങ്ങ് നോക്കുമ്പോൾ ഇല്ല, ഇതുവരെയായിട്ടും വിളിച്ചിട്ടില്ല. ഏതായാലും ഈ വീട് വിട്ട്, ഈ പ്രശ്നം ഉണ്ടാക്കി വീട് വിട്ട് ഇറങ്ങിയതിന് ശേഷം പിന്നെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല? ഒരു ബന്ധമില്ല. ഏതായാലും ഷമീറുമായി നിലവിൽ ഈ വീട് വിട്ട് ഷമീർ ഇറങ്ങുന്നത് ഒരു വീട്ടുകാരുമായുള്ള ചെറിയ കലഹത്തെ തുടർന്നാണ്. അതിന് ശേഷം വീട്ടുകാരുമായി ഒരു ബന്ധവും ഷമീർ പുലർത്തിയിരുന്നില്ല എന്നാണ് ഷമീറിൻ്റെ പിതാവ് തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ഷമീർ തിരിച്ചു വരികയാണെങ്കിൽ സ്വീകരിക്കുമോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അത് നമ്മൾ വെറുപ്പിച്ചിട്ട് പോയതാണ്. പിന്നെ എങ്ങനെയാണ് ഏറ്റെടുക്കുക? എനിക്ക് താല്പര്യമില്ല. പിന്നെ ഉമ്മേൻ്റെ താല്പര്യം എന്താണെന്ന് നമുക്കറിയില്ല. ഇതാണ് ഷമീറിൻ്റെ കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ, പാലക്കാട്.